ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളിലും നിറയുന്നത് അവരുടെ പേരാണ്. കാരണം ഒരു തീവണ്ടി തട്ടിയെടുത്തിരിക്കുന്നു. അവരുടെ ഭാഗത്ത് ഒരുപാട് ന്യായമുണ്ട്. അവരെ വല്ലാതെ വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ. അവരുടെ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു അവർ. ഈ നമ്മുടെ കാശ്മീർ പോലെ പാകിസ്ഥാനിൽ ലയിച്ചൊന്നുമല്ല, ജിന്ന ചതിച്ചതാണ്. അവർക്ക് സ്വതന്ത്ര രാജ്യ പദവി കൊടുക്കാമെന്ന് ഡൽഹിയിൽ വെച്ച് ഒരു കരാർ ഒപ്പിട്ട് അവരെ സ്വതന്ത്ര രാജ്യമായി മാറ്റിയതിന് ശേഷം പട്ടാളത്തെ അയച്ച് പിടിച്ചെടുത്ത് അവരെ കൂട്ടിച്ചേർത്തതാണ്. അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ്. ഇപ്പോൾ അവരുടെ ശബ്ദം ലോകം കേൾക്കാൻ വേണ്ടി അവർക്ക് ഒരു തീവണ്ടി ജാഫർ എക്സ്പ്രസ് ആക്രമിക്കേണ്ടി വന്നു. ആ തീവണ്ടി അവരെ ആക്രമിച്ചത് പാവപ്പെട്ട ജനങ്ങളെ കൊല്ലാനല്ല, അതിൽ സഞ്ചരിക്കുന്ന മുഴുവൻ പട്ടാളക്കാരാണ്. സൈനികർ, സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ, ISIയുടെ ആളുകൾ, അവരുടെ കുടുംബം. ഇവർ ലീവ് കഴിഞ്ഞ് പോകുന്ന ട്രെയിൻ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ട്രെയിനാണ് ജാഫർ എക്സ്പ്രസ്. സാധാരണ ജനമൊന്നും അതിൽ സഞ്ചരിക്കാറില്ല. അതവർ ആക്രമിച്ചു. അതിന് നേരെ പ്രത്യാക്രമണം ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഇവരുടെ ഒരു വീരന്മാരുടെ ഒരു പോരാട്ട സംഘം മജീദ് ബ്രിഗേഡാണ്. ഞാൻ കേട്ടിട്ടുള്ളത് വളരെ ധീരനായ ഒരു BLA പോരാളിയെ പാകിസ്ഥാൻ കൊലപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് മജീദ് ബ്രിഗേഡ് രൂപീകരിക്കുന്നത്. മജീദ് ബ്രിഗേഡിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചാലോ? മജീദ് ബ്രിഗേഡ് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ഒരു കൊല്ലം ഈ നമ്മളെപ്പോലെ വേറൊരു ചാനൽ ഉണ്ടാവില്ല, ഈ ബലൂചിസ്ഥാനിൽ നടക്കുന്ന ഈ വിമോചന പോരാട്ടത്തിനെ പറ്റി ചർച്ച ചെയ്തിട്ടുള്ള വേറൊരു ചാനൽ നമ്മൾ ഇന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ എന്തായാലും ഒരു ദിവസം സ്വതന്ത്രമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഏതാണ്ട് 2003, 2004 മുതൽ അവിടെ നിരന്തരം പോരാട്ടം നടക്കുന്നുണ്ട്. മാത്രമല്ല എവിടെയെങ്കിലും വെച്ച് തകരുന്ന രീതിയിലല്ല. ഇത് വളരെ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളുള്ള ഒരു പോരാട്ട സേനയാണത്. പല സ്ഥലത്തുനിന്നും സഹായങ്ങൾ കിട്ടുന്നുണ്ട്. പാകിസ്ഥാൻ പരസ്യമായി പറയുന്നുണ്ട് ഇന്ത്യയാണെന്ന്. ഇന്ത്യ കാണ്ടഹാറിലും ജലാലാബാദിലുമുള്ള ഇന്ത്യൻ കോൺസുലേറ്റുകൾ വഴി അവർക്ക് പണം, ആയുധം, പരിശീലനം ഒക്കെ ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പാകിസ്ഥാൻ പലകുറി പറഞ്ഞു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും ഉണ്ടെന്ന് പറയുന്നു. അപ്പം അതെ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് BLF, പിന്നെ ഇവരുടെ ഒരു സംയുക്ത മുന്നണി സംഘടന എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഒന്നായിരുന്നു ഇവര് ഒരു 3 ദിവസത്തെ മീറ്റിംഗ് ചേർന്നിട്ട് ഒരുമിച്ച് നമ്മൾ യൂണിഫൈഡ് കമാൻഡ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ബലൂചിസ്ഥാൻ നാഷണൽ ആർമി എന്നാണ് പേര്. സത്യത്തിൽ അതാണ് ഇപ്പോൾ അങ്ങനെ രൂപീകരിച്ച ശേഷമുള്ള ആദ്യത്തെ ഓപ്പറേഷനാണിത്. ഗംഭീര ഓപ്പറേഷനായി പോയി. അല്ല, BLAക്ക് ഒരു വേറൊരു അംഗീകാരം കൂടിയുണ്ട്. കാരണം കുറേ കാലമായി, എത്രയോ കാലമായി പാകിസ്ഥാൻ കളിക്കുന്ന ഒരു കളിയുണ്ട്. UN പോയിട്ട് കാശ്മീർ പറയും, മോദി അവസാനം പോയിട്ട് ബലൂചിസ്ഥാൻ പറഞ്ഞു. അതെ, ബദൽക്ക് ബദൽ. അതെ. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഈ കൊല്ലപ്പെട്ടതായിട്ട് ഇവർ പറയുന്ന സംഖ്യ ഉണ്ടല്ലോ, ഈ വിമതർ തീവ്രവാദികൾ എന്നൊക്കെ പറയുന്ന ഈ പോരാളികളുടെ, അതിൻ്റെ ഇരട്ടി വരും കൊല്ലപ്പെട്ട പട്ടാളക്കാരുടെ എണ്ണം. ഈ ആദ്യ റിപ്പോർട്ടുകൾ ഇന്നലെ വരുമ്പോൾ പറഞ്ഞത് 20 പാകിസ്ഥാൻ പട്ടാളക്കാരും 11 BLA പ്രവർത്തകരും കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ബലൂചിസ്ഥാൻ നാഷണൽ ആർമി പറഞ്ഞിട്ടുണ്ട് 60 പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന്. അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഡ്രോണൊക്കെ അയച്ചു, ഡ്രോണൊക്കെ അവർ വെടിവെച്ചിട്ടു. അതൊക്കെ വെടിവെച്ചിട്ടു. ഇത് ഇവർക്ക് ഈ ഫിദായി യൂണിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചാവേറുകളുടെ യൂണിറ്റ് ഉണ്ട്. മജീദ് ബ്രിഗേഡ് ഉണ്ട് ഇതുപോലത്തെ ഓപ്പറേഷൻസ് നടത്താനായിട്ട്. പിന്നെ ഫത്തെ സ്ക്വാഡ് എന്ന് പറഞ്ഞ സ്ക്വാഡുണ്ട്. ഇതിനെയൊക്കെ സഹായിക്കുന്ന ഒരു സ്ക്വാഡായിട്ടാണത്. പിന്നെ STOs എന്ന് പറയുന്നത് സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ STOs എന്ന് പറഞ്ഞ സംഘമുണ്ട് ഇവർക്ക്. പിന്നെ സിറാബ് എന്ന് പറഞ്ഞിട്ട് ഇൻ്റലിജൻസ് ഓപ്പറേഷൻസ്, ചാരസംഘടന പ്രത്യേകം സിറാബ്. ഒരു പക്ഷേ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനുള്ളതിനേക്കാൾ മികച്ച സംവിധാനം ഇവർക്ക്. നെറ്റ്ഫ്ലിക്സിൽ ഒരു പ്രശസ്തമായ ഒരു സീരീസ് ഉണ്ട്. അതിൻ്റെ പേര് ബാൾഡ് ഓഫ് ബ്ലഡോ അങ്ങനെ മറ്റാണെന്ന് തോന്നുന്നു. ഈ ബലൂചിസ്ഥാൻ പോരാളികളുടെ കഥ പറയുന്നത്, അവരുമായി ഇന്ത്യക്ക് എന്ത് ബന്ധമാണുള്ളത് എന്നൊക്കെ പറയുന്ന ഒരു മനോഹരമായ രസകരമായ സീരീസ്. ഞാൻ ഒരുപാട് കാലം മുമ്പ് കണ്ടാണ്. പേര് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. സെർച്ച് ചെയ്തത് BALD
BLOOD അങ്ങനെ മറ്റാണ് അതിൻ്റെ പേര് തോന്നുന്നു, ബാൾഡ് ഓഫ് ബ്ലഡ്, മറന്നുപോയി. അപ്പോൾ പാകിസ്ഥാൻ്റെ 40% ഭൂവിഭാഗം എന്ന് പറയുന്നത് ബലൂചിസ്ഥാനാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രവിശ്യ. പക്ഷേ 44%. ഏതാണ്ട് 37,000-ൽ പരം ചതുരശ്ര കിലോമീറ്റർ, 1/3 പറയാവുന്ന വിധത്തിലുണ്ട്. എന്താ ജനസംഖ്യ വെറും 5%. അത്രയേ ഉള്ളൂ താനും. പ്രകൃതി വിഭവങ്ങൾ മിനറൽസ് ഉള്ള സ്ഥലമാണ്, ധാരാളമാണ്. കുറച്ച് മരുപ്രദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2000 ആദ്യമാണ് ഈ സേന ഇതുപോലെ പ്രവർത്തനത്തിന് ഉണ്ടാകുന്നത്. പരിശീലനം കിട്ടിയ യൂണിറ്റുകളാണ് 10 സ്ക്വാഡ് ഗറില്ല ആക്രമണങ്ങളാണ് ചെയ്യുക. ഈ മജീദ് ബ്രിഗേഡ് 2011 രൂപീകരിക്കുന്നത്. സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റാണ് മജീദ് ബ്രിഗേഡ്. ചാവേറുകളൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ട്. അബ്ദുൾ മജീദ് ബലൂജിൻ്റെ പേരിലാണ് ഇവരുടെ അവരുടെ കമാൻഡർ ആയിരുന്നു അബ്ദുൾ മജീദ്. അവരുടെ പലരുടെ പേരിൻ്റെ കൂടെ ബലൂച്ച് എന്നുണ്ടാവും, നാട്ടിൻ്റെ പേരും കൂടി കാണും. 1974 സുൽഫിക്കർ അലി ഭൂട്ടോയെ കൊല്ലാൻ ശ്രമിച്ച ആളാണ് അബ്ദുൾ മജീദ് ബലൂച്ച്. വധശ്രമം നടത്തി വീരനായ ആളാണ്, അദ്ദേഹത്തിനെ അവർ കൊന്നു. അബ്ദുൾ മജീദ് ബലൂജിൻ്റെ പേരിലാണ് ഈ മജീദ് ബ്രിഗേഡ് എന്ന് പറഞ്ഞ ഇവരുടെ ഈ സ്പെഷ്യൽ ഫോഴ്സ് രൂപീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് മജീദ് ബ്രിഗേഡ് വളരെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് ധാരാളം നടത്തിയിട്ടുണ്ട്. 2011 ഡിസംബറിൽ ഷഫീഖ് മെങ്കലിനെ കൊല്ലാൻ ശ്രമിച്ചു. ഈ ഷഫീഖ് മെങ്കൽ വേറെ ചർച്ച ചെയ്യേണ്ട കേസാണ്. അയാൾ ഈ ISIS ഇന്റർ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് അവരുടെ ചാരസംഘടന വാടക കൊലയാളിയായിട്ട് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ സേനയ്ക്കൊക്കെ എതിരെ അവരെയൊക്കെ എവിടെ കണ്ടാലും വെടിവെച്ച് കൊല്ലുക, ഇസ്ലാമാബാദിൽ ഇവരുടെ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ കൊല്ലുക, ഈ പരിപാടിയായിട്ട് നടക്കുന്ന ആളാണ് ഈ ഷഫീഖ് മെങ്കൽ. ഇപ്പോഴും ഉണ്ട് ഇയാൾ. അയാളെ 2011 ഡിസംബറിൽ ഇവർ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ആ സമയത്ത് ഇയാൾ 14 കൊലകൾ ബലൂജ് ലിബറേഷൻ ആർമിക്കെതിരെ നടത്തിയിരുന്നു. പാകിസ്ഥാൻ്റെ വാടക കൊലയാളിയായിട്ട് നടക്കുന്ന ഒരുത്തൻ. 2018 ഓഗസ്റ്റിൽ ചൈനയുടെ എൻജിനീയർമാരെ ദാൽബുദിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവർ കൊന്നു. ചൈനീസ് എൻജിനീയർമാർ ധാരാളം ബലൂചിസ്ഥാനിലുണ്ട്. കാരണം പാകിസ്ഥാൻ ചൈന ഇക്കണോമിക് കോറിഡോറിൻ്റെ ഭാഗമായിട്ട് പണി നടക്കുന്നുണ്ട്. നമ്മുടെ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ വഴി അവർ റോഡ് പണിയുന്നുണ്ട്. ചേർന്നുള്ള വിഭാഗം. കാരണം എന്തെങ്കിലും ഇന്ത്യ POK പിടിച്ചെടുത്താൽ ചൈനയ്ക്ക് കൂടെ കൊള്ളണം, അതിന് വേണ്ടിയിട്ട് ചൈനയെ ഇടപെടിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവിടെ കൂടെ ഈ റോഡ് വിട്ടു ഇറാനിലേക്ക് റോഡ് പണിയുന്നുണ്ട്. ചൈനയിൽ നിന്ന് ഈ ബാൾട്ടിസ്ഥാൻ വഴി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈനീസ് എഞ്ചിനീയർമാർ അവിടെയുണ്ട്. ഗ്വാദർ തുറമുഖം ഓപ്പറേറ്റ് ചെയ്യുന്നത് മറ്റേ ചൈനയാണല്ലോ, അവിടെയും ഉണ്ട്. ഇപ്പം ചൈനക്കാർ അവിടെ അങ്ങോട്ട് വരവ് കുറവ്, ചൈനക്കാരെ കണ്ടാൽ ബീല തട്ടും, ഉടനെ തട്ടിക്കളയും. അതുകൊണ്ട് അവരൊക്കെ ഒരുപാട് പേര് മടങ്ങിപ്പോയി. ഇപ്പൊ ഗ്വാദർ വിമാനത്താവളം തുറന്നല്ലോ, 2 ആഴ്ച ആരുമില്ല, അനാഥമായി പ്രേതാലയം പോലെ കിടക്കുകയാണ്. അതെ, അവിടെ പാസഞ്ചേഴ്സ് ഇല്ല, വിമാനങ്ങളില്ല. അതിൻ്റെ ഉദ്ഘാടനത്തിന് ചൈന പങ്കെടുത്തത് ഓൺലൈൻ വഴിയാണ്, വെർച്വൽ. കാരണം നേരിട്ട് വന്നാൽ തട്ടിക്കളയും എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ് പങ്കെടുത്തത്. ഗ്വാദറിലെ പേൾ കോണ്ടിനെൻ്റൽ ഹോട്ടൽ 2019 മെയ്യിൽ ആക്രമിച്ചു. കറാച്ചിയിലെ ചൈനീസ് കോൺസുലേറ്റ് 2018 നവംബറിൽ ആക്രമിച്ചു. 2020 ജൂണിൽ കറാച്ചിയിലെ പാക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്രമിച്ചു. ഈ പാകിസ്ഥാൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 40% ചൈനയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഒരു രാജ്യത്തിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെ വേറെ രാജ്യം നടത്തുക എന്നുള്ള ഗതികേട് ഈ പാകിസ്ഥാന് മാത്രമേ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാൻ പെട്ടെന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അത് പാകിസ്ഥാനിലൊരു പള്ളി മുസ്ലിമുകൾ തന്നെ പൊളിച്ചുകൊണ്ടിരിക്കുക. കാരണം അവർ പറയുന്നത് ദൈവത്തിന് ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഈ പള്ളി എന്തിനാണ്, അത് പൊളിച്ചിട്ട് അതിൻ്റെ കമ്പിയും കട്ടയൊക്കെ വിറ്റ് ആ കാശ് കൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് എന്ന് പറയുന്നൊരു വീഡിയോ. അങ്ങനെ മോസ്കുകളൊക്കെ അവിടെ ഇങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്യേണ്ടി വരും മനുഷ്യർക്ക്. അത് എനിക്ക് തോന്നുന്നു ആ വിധത്തിൽ കുത്തുവാളെടുത്തിട്ടുണ്ട്. ആ വിഷയത്തിൽ നമ്മളൊരു പ്രത്യേക വീഡിയോ ചെയ്യുമ്പോൾ ഈ വീഡിയോയുടെ അതിനകത്ത് കാണിക്കാം. അതെ, 2024 ഒക്ടോബറിൽ കറാച്ചി എയർപോർട്ടിൽ ചാവേറാക്രമണം ഈ മജീദ് ബ്രിഗേഡ് നടത്തി. 2 ചൈനക്കാർ
കൊല്ലപ്പെട്ടു. ഫത്തഹ് സ്ക്വാഡ് മലകളിലാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നത്. ഫത്തഹ് സ്ക്വാഡ് പാക് പട്ടാളത്തിനെതിരെ ഈ പാക് പട്ടാളം പട്രോളിംഗ് നടത്തുമല്ലോ, മലകളിൽ നിന്ന് അവരെ വെടിവെച്ച് കൊല്ലുന്ന പരിപാടിയാണ്. കോൺവോയുകൾ, അവരുടെ വാഹന വ്യൂഹങ്ങൾ പട്ടാളത്തിൻ്റെ ഒക്കെ പോകുമ്പോഴാണ് ക്യാമ്പുകളിൽ ആക്രമണം നടത്തുന്നത്. പട്ടാള ക്യാമ്പുകളിലൊക്കെ ഫത്തഹ് സ്ക്വാഡാണ്. കഴിഞ്ഞ കൊല്ലം ഓപ്പറേഷൻ ഹെറോഫ് എന്ന് പറഞ്ഞിട്ട് ഈ BLA ഒരു മറ്റേ ചാവ് സംഘം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ഹെറോഫിനെ പറ്റി ചർച്ച ചെയ്തിരുന്നു. ധാരാളം യുവതികളുമൊക്കെ ചാവേറായിട്ട് അതിൻ്റെ അകത്തുണ്ട്. ഷാരി ബാലോച്ച് എന്ന് പറയുന്ന ഒരു യുവതി അവരുടെ ഹീറോയാണ്, ആദ്യത്തെ വനിതാ ചാവേറാണ്. അതെ, ഒരു ബലൂചിസ്ഥാനിലെ ഒരു പട്ടാള ക്യാമ്പ് പാകിസ്ഥാൻ്റെ ആക്രമിച്ചപ്പോൾ ഇവർ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിനുശേഷം ഷാരി ബാലോച്ച് ഇവിടെ കറാച്ചി യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്ഫോടനം നടത്തി. ഇവർ സയൻസ് അധ്യാപികയായിരുന്നു. 30 വയസ്സ് 2 കുട്ടികളുണ്ട്. അത് ചാവേർ ആക്രമണത്തിൽ ഇവർ പൊട്ടിത്തെറിച്ച് മരിച്ചു. 3 ചൈനക്കാരെ കൊന്നു. 14 ബ്ലോക്കേഡുകൾ ഈ ഓപ്പറേഷൻ ഹെറോഫിൽ അന്ന് ഈ താവളം ആക്രമിക്കുമ്പോൾ ഹൈവേകളൊക്കെ ബ്ലോക്ക് ചെയ്തിരുന്നു 14 സ്ഥലത്ത്. എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് ആസൂത്രണം ചെയ്യുന്ന പരിപാടികളാണെല്ലാം. 62 പാകിസ്ഥാൻ പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത് ആ ഓപ്പറേഷൻ ഹെറോഫ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഓപ്പറേഷനിൽ. പിന്നെ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡ് STO, അവർ എലൈറ്റ് ഫോഴ്സാണ് ഈ ബലൂച്ച് നാഷണൽ ഫോഴ്സിൻ്റെ ചാരസംഘടന. പിന്നെ വധങ്ങൾ, അസാസിനേഷൻസ് അതൊക്കെ നടത്തുന്നത് ഈ STOയുടെ ചുമതലയാണ്. അതിൻ്റെ മേധാവി ബഷീർ സേബ് ബലോച്ച് ആണ് അതിൻ്റെ മേധാവി. ഈ ആളുകളെ ട്രാക്ക് ചെയ്യുക, ലൊക്കേറ്റ് ചെയ്യുക, എന്നിട്ട് കൊന്നുകളയുക എന്നുള്ള പരിപാടികളൊക്കെ അവരാണ് ചെയ്യുന്നത്. ഈ പാകിസ്ഥാൻ്റെ പട്ടാള ഓഫീസർമാരെ കൊല്ലുന്നതൊക്കെ ഈ സംഘമാണ്. കൃത്യതയുള്ള ആക്രമണങ്ങളായിരിക്കും അവരുടെ. പിന്നെ പാകിസ്ഥാൻ ഈ പട്ടാളത്തിൻ്റെ പല ആസൂത്രണങ്ങളും അട്ടിമറിക്കുന്ന പരിപാടിയും ഈ STO സ്ക്വാഡുകൾക്കുള്ളതാണ്. പിന്നെ സുനിൽ ആദ്യം പറഞ്ഞ ഭാഗത്ത് ഇത് പിടിച്ചടക്കിയതാന്ന് പറഞ്ഞില്ലേ ഈ പ്രദേശം, കലാത്ത് എന്നായിരുന്നു നാട്ടുരാജ്യത്തിന്റെ പേര്. ഈ 526 നാട്ടുരാജ്യത്തില് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ വെച്ച് മൗണ്ട് ബാറ്റനും ജിന്നയും നെഹ്റുവും കലാത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ഖാൻ മിർ അഹമ്മദ് യാർ ഖാനുമായിട്ട് ചർച്ച നടക്കുമ്പോൾ അന്ന് സമ്മതിച്ചു ഇത് കലാത്തിൻ്റെ കൂടെ ലാസ്ബേല, ഖരൻ എന്നീ പ്രൊവിൻസൂടെ ചേർത്ത് കലാത്ത് ഒരു സ്വതന്ത്ര രാജ്യമായിരിക്കും, ബലൂചിസ്ഥാനായിട്ട് മാറുമെന്ന് പറഞ്ഞു. 1947 ഓഗസ്റ്റ് 15 ആ വ്യവസ്ഥ പ്രകാരം അവർ സ്വതന്ത്ര രാജ്യമായതാണ്. അതിന് ഒപ്പിട്ട് കൊടുത്ത ആളാണ് ജിന്ന. എന്നിട്ട് പോയി അവരോട് പാകിസ്ഥാൻ പട്ടാളത്തെ വിട്ട് അവരെ ആക്രമിച്ചെങ്കിലും അവർ പിടിച്ചു നിന്നു. മാർച്ച് 31 വരെ അവർ പിടിച്ചു നിന്നു യുദ്ധം ചെയ്ത്. ഏപ്രിൽ 1 കലാത്ത് കീഴടങ്ങിയത്. ഇന്ത്യ ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ജിന്നയ്ക്ക് പാകിസ്ഥാൻ വേണമെന്നുള്ള ആവശ്യം നമ്മൾ വകവച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്ന് VP മേനോനാണ് മൗണ്ട് ബാറ്റനെ ഉപദേശിച്ചതെന്ന് ഈ ഡീത്രോണ്ട് എന്ന് പറഞ്ഞ പുസ്തകത്തിലുണ്ട്. 3 മണിക്കൂർ എടുത്തു വന്നു VP മേനോൻ. ഒരു 2-3 സ്കോച്ച് കുപ്പികൾ അതിൻ്റെ ഇടയ്ക്ക് തീർന്നിരുന്നു. പിന്നെ കുറെ സിഗരറ്റുകളും തീർന്നു. ആവിയായി പോയി കാണുമല്ലോ. അതെ, തീർന്നു. അല്ല, VP മേനോനെ പറ്റി ഈ ഒരുപാട് മദ്യപിക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ, ഒരാളൊരു പൊസിഷനിലിരിക്കുമ്പോൾ അവനെ തട്ടിക്കളഞ്ഞ് നമുക്ക് ആകണമെന്നും പലരും ആഗ്രഹിക്കുമല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പട്ടേൽ പ്രൈവറ്റ് സെക്രട്ടറി ശങ്കറിനോട് ചോദിച്ചു, നീ കേൾക്കുന്നത് ശരിയാണോ? ഇങ്ങനെ ധാരാളം മദ്യപിക്കും VP മേനോന്. അതെ, പക്ഷെ പുള്ളി സ്കോച്ചേ കഴിക്കാറുള്ളൂ എന്ന് ശങ്കർ പറഞ്ഞു മറ്റേ പട്ടേലിനോട്. അപ്പോൾ പട്ടേൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എല്ലാ സെക്രട്ടറിമാരോടും സ്കോച്ച് കഴിക്കാൻ പറയണം. ഇത്രയും മിടുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ. ഏതായാലും ബലൂചിസ്ഥാൻ്റെ പോരാട്ടം ഒരു തീവ്രവാദ പ്രവർത്തനമായിട്ട് കാണാൻ കഴിയില്ല. കാരണം അവർ സ്വതന്ത്ര പരമാധികാര രാജ്യമായിരുന്നു. ആ രാജ്യം രൂപീകരിക്കാൻ സമ്മതിച്ച ആളായിരുന്നു ജിന്ന. ആ ജിന്ന പിന്നിൽ നിന്ന് കുത്തി സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15 ഒരുപക്ഷെ നമ്മളെപ്പോലെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കേണ്ട രാജ്യമായിരുന്നു കലാത്ത് അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ. അവരെ പിന്നിൽ നിന്ന് കുത്തി അധികാരം പിടിച്ചെടുത്തതാണ് പാകിസ്ഥാനികൾ.
അപ്പോൾ പാകിസ്ഥാനെതിരെയുള്ള പോരാട്ടം ശരിക്കും ഒരു വിമോചന പോരാട്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ പോരാളികൾ എന്ന് ഇവർ 1948, 58, 59, 1973, 77 ഈ സമയത്തൊക്കെ പോരാടുന്നുണ്ട്. കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും 2004 മുതൽ നിരന്തരമായിട്ട് നടത്തുന്നു. ഏതായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചരിത്രത്തിലാദ്യമായി നരേന്ദ്രമോദി ആയതിനു ശേഷം UN ബലൂചിസ്ഥാൻ്റെ പോരാട്ടം ലോകം കാണണമെന്ന് പറഞ്ഞ് അവർക്കൊരു അന്താരാഷ്ട്ര അംഗീകാരം കൂടി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഖൈബർ പഖ്തൂൺഖ്വ അതിൻ്റെ കാര്യം കൂടി പറയണം. അവിടെയും നടക്കുന്നുണ്ട് വിമോചനം പോരാട്ടം. അതിപ്പോൾ താലിബാൻ നോക്കിക്കോളും. അതെ, അത് ഗംഭീരമായിട്ട് നോക്കിക്കോളും. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.